നമസ്കാരം. അങ്ങനെ കപ്പിത്താനില്ലാതെ ആടി ഉലയുകയാണ് ഇന്ത്യ സഖ്യം എന്ന മുന്നണി. രാഹുലിനെയും സോണിയെയും ഇന്ത്യ സഖ്യത്തിൽ നിന്നും പുറത്തേക്ക് എറിയുകയാണ്. ആ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയിലെ ഓരോ പ്രതിപക്ഷ പാർട്ടികളും. നരേന്ദ്രമോദിയുടെ ചാണക്യ തന്ത്രത്തിൽ മമതയെ കൂട്ടുപിടിച്ച് ഇന്ത്യ മുന്നണിയെ തകർത്ത് പ്രതിപക്ഷ പാർട്ടികളെ മൊത്തത്തിൽ ബി.ജെ.പിയുടെ ഒപ്പം നിർത്തുക എന്ന നീക്കമാണ് മോദി നടത്തിയത്. ആ നീക്കം വിജയം കാണുകയും ചെയ്തു. ബി.ജെ.പിയെ തകർക്കാൻ വന്ന രാഹുലിനെ പ്രതിപക്ഷ പാർട്ടികൾ മൊത്തത്തിൽ കൈയൊഴിയുന്ന അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഹരിയാന, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ കോൺഗ്രസിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അത്യന്തം ദയനീയമായ ഒരു അവസ്ഥയിലാണ്. രാഹുലിനെ പ്രതിപക്ഷ മുഖമായി അവതരിപ്പിച്ചുകൊണ്ടുള്ള കോൺഗ്രസിന്റെ തന്ത്രങ്ങൾ പാളിയതായി പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ തന്നെ വ്യക്തമായി തെളിഞ്ഞതാണ്. ലോക്സഭയിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ അന്തം വിട്ടു നിൽക്കുന്ന രാഹുലിനെ പലവട്ടം നമ്മൾ കണ്ടു. പ്രതിപക്ഷ നേതാവ് അറിയാതെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതും സഭ ബഹിഷ്കരിക്കുന്നതും ഒരു പതിവ് കാഴ്ചയായി മാറി. പ്രതിപക്ഷ പാർട്ടികൾ എന്താണ് സഭയ്ക്കുള്ളിൽ ചെയ്യുന്നതെന്ന് മറ്റ് നേതാക്കളോട് ചോദിച്ച് മനസ്സിലാക്കുന്ന രാഹുലിന്റെ ദയനീയമായ ചിത്രം ശീതകാല സമ്മേളനത്തിൽ ഓരോ തവണയും കാണിച്ചു തരുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 6 മാസം പിന്നിടുമ്പോൾ അസാധാരണ സാഹചര്യങ്ങളാണ് ഇന്ത്യ മുന്നണിയിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ ഉടമസ്ഥാവകാശം തങ്ങൾ കാണുന്ന തരത്തിലുള്ള കോൺഗ്രസിന്റെ പെരുമാറ്റം അംഗീകരിക്കാനാവില്ല എന്ന് തൃണമൂൽ കോൺഗ്രസ് മുതൽ ഏറ്റവും ചെറിയ പാർട്ടിയായ CPI വരെ പറയുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടാവുന്നു. ഇതെല്ലാം പുറമെ സോണിയെയും രാഹുലിനെയും പിന്നിലെ പ്രിയങ്ക വാദ്ര കൂടി പാർലമെന്റിലേക്ക് എത്തിയത് കോൺഗ്രസിന്റെ കുടുംബാധിപത്യ രാഷ്ട്രത്തിന്റെ നേർക്കാഴ്ചയായി മാറുന്നുണ്ട്. കോൺഗ്രസിന് മുഖം നെഹ്റു കുടുംബാംഗങ്ങളുടെ പ്രാതിനിധ്യം മാത്രമാണെന്നും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് രാഹുൽ പരാജയമാണ് എന്നുള്ള വിമർശനങ്ങളിലേക്ക് മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ കടന്നതോടെ ഇന്ത്യ മുന്നണി പ്രത്യക്ഷത്തിൽ പല തട്ടിലായി മാറി. അടിച്ചു പിരിയുന്ന ഒരവസ്ഥയിലേക്ക് വരെ ഇന്ത്യ സഖ്യം എത്തി നിൽക്കുന്നു. ബിസിനസ്സുകാരനായ ഗൗതം അദാനിയെ ലക്ഷ്യമിട്ട് രാഹുൽ നടത്തുന്ന വില കുറഞ്ഞ രാഷ്ട്രീയ നീക്കങ്ങളാണ് പാർലമെന്റ് ഒറ്റപ്പെടുന്ന തലത്തിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചതെന്നാണ് പ്രതിപക്ഷത്തിന്റെ തന്നെ പരാതി. ഭാഗ്യശക്തികളുടെ സ്വാധീനത്തിലാണോ രാഹുൽ നിരന്തരം അദാനിയെ ലക്ഷ്യം വെക്കുന്നതെന്ന ചോദ്യം മറ്റു പ്രതിപക്ഷ പാർട്ടി നേതാക്കളും ചോദിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് ശരിവെക്കുന്ന തരത്തിലാണ് രാഹുലിന്റെ ജോർജ് സോറസ് ബന്ധവും കോൺഗ്രസിന് ലഭിക്കുന്ന ദുരൂഹ വിദേശ ഫണ്ടിങ്ങും BJP എംപിമാർ പുറത്തുവിടുകയും ചെയ്തതോടെ സഭയിൽ കോൺഗ്രസിന് വലിയ പ്രതിരോധത്തിലായി. രാഹുലിനെ സംരക്ഷിക്കാൻ കോൺഗ്രസിനല്ലാതെ മറ്റാർക്കും തയ്യാറാവുന്നതുമില്ല. സമാജ്വാദി പാർട്ടിയും DMKയും അടക്കമുള്ളവർ രാഹുലിനെ പിന്തുണയ്ക്കുന്നതുമില്ല. ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ച കോൺഗ്രസ് വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നടന്നത്. മഹാരാഷ്ട്രയിലെ വലിയ രാഷ്ട്രീയ തിരിച്ചടി മറയ്ക്കാൻ സോറോസിന്റെ സഹായത്തോടെ അവതരിപ്പിച്ച അദാനി വിഷയത്തിൽ ആദ്യ ആഴ്ചയിൽ എല്ലാ ദിവസവും സഭ സ്തംഭിച്ചു. കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും നടുത്തളത്തിലിറങ്ങിയും ബഹളമുണ്ടാക്കിയും ഇരു സഭകളെ പ്രവർത്തിക്കാൻ അനുവദിച്ചില്ല. എന്നാൽ രണ്ടാമത്തെ ആഴ്ചയിലും സമാന തന്ത്രവുമായി കോൺഗ്രസ് മുന്നിട്ടിറങ്ങിയപ്പോൾ അതിനൊപ്പമില്ല എന്ന് സമാജ്വാദി പാർട്ടി വ്യക്തമാക്കിയതോടെ പ്രതിപക്ഷത്തെ ഭിന്നത മറനീക്കി പുറത്തു വന്നു. തൊട്ടു പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങളും കോൺഗ്രസിനെതിരെ നിലപാടെടുത്തു. പാർലമെന്റിന് പുറത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിൽ നിന്നും ഇരു പാർട്ടികളും എംപിമാരുമെല്ലാം വിട്ടുനിന്നു. ഇന്ത്യ മുന്നണിയിൽ നിന്നും ആകെ കോൺഗ്രസ് മാത്രം പ്രതിഷേധമായിരുന്നു. സഭയിൽ കോൺഗ്രസ് പ്രതിഷേധിക്കാതിരുന്ന സമയം സഭ വിഷയം ഉന്നയിച്ച് തൃണമൂൽ അംഗങ്ങൾ ഒറ്റയ്ക്ക് നടുത്തളത്തിലിറങ്ങി. അതും കോൺഗ്രസിനെ ആശങ്കപ്പെടുത്തി. ലോക്സഭയിൽ അംഗങ്ങളുടെ സീറ്റുകൾ പുനഃക്രമീകരിച്ചതോടെ SPക്കും TMCക്കും പ്രാധാന്യം നഷ്ടമായതും രാഹുലിനൊപ്പം KC വേണുഗോപാൽ, ഗൗരവ് ഗൊഗോയ് എന്നിവർക്കും മുൻനിര അനുവദിച്ചതുമൊക്കെ പ്രതിപക്ഷത്തെ അതൃപ്തിയുടെ കാരണങ്ങളാക്കി. ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ സന്നദ്ധനാണെന്ന് പ്രഖ്യാപിച്ച ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് രാഹുലിന്റെ നേതൃത്വത്തിനെതിരെ പരസ്യമായി ആദ്യ വെടിപൊട്ടിച്ചത്. ഇന്ത്യ സഖ്യം രൂപീകരിച്ചത് താനാണെന്നും അത് കൈകാര്യം ചെയ്യേണ്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇപ്പോൾ മുന്നണിക്കുള്ളവർക്കാണെന്നും മമത തുറന്നു പറഞ്ഞു. അവർക്ക് അങ്ങനെ ചെയ്യാനാകുന്നില്ലെങ്കിൽ താൻ എന്തു ചെയ്യും? എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണം. നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി 2024 ഇന്ത്യ സഖ്യം എന്ന മുന്നണി രാഹുൽ ഗാന്ധി രൂപീകരിക്കുകയും അതിനുശേഷം മല്ലികാർജ്ജുന ഖാർഗെയും സോണിയാഗാന്ധിയും രാഹുലിനെ പിടിച്ച് ഇന്ത്യ സഖ്യത്തിന്റെ തലപ്പത്തിരുത്തിയപ്പോഴേ ആദ്യമേ തന്നെ പ്രതിപക്ഷം പറഞ്ഞതാണ് രാഹുലിന് കൊച്ചുകുട്ടിയാണ്, രാഷ്ട്രീയം അറിയില്ല എന്ന്. ഇപ്പോൾ ഇതാ പാർലമെന്റിന്റെ അകത്ത് തുടങ്ങിയ അടി, ഇന്ത്യ സഖ്യം തമ്മിൽ ചേരി തിരിഞ്ഞുള്ള അടി പാർലമെന്റിന്റെ പുറത്തേക്ക് എത്തുന്നു. BJPക്കെതിരെ വിമർശനം ഉന്നയിക്കാനോ പ്രതിഷേധിക്കാനോ ഇന്ത്യ സഖ്യത്തിലെ ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് പോലും ഇപ്പോൾ താല്പര്യമില്ല എന്നതാണ് ഇന്നലെയും മെനിങ്ങാന്നുമായി കണ്ട ഡൽഹിയിൽ നടന്ന സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്.
അങ്ങനെ ഇന്ത്യ സഖ്യത്തിലെ മൊത്ത പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും കോൺഗ്രസ് എന്നേക്കുമായി ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.